വീണ്ടും സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം എന്ന വാർത്തയിലേക്കാണ് പോകുന്നത്. നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 3-ാം നിലയിൽ പി രാജീവിന്റെ ഓഫീസിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട്. അമൽനാഥ്, ഈ തീപിടുത്തം ഇപ്പോൾ അണച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അൻസില, തീർച്ചയായും ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 7:55 കൂടിയാണ് സെക്രട്ടേറിയറ്റിലെ നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിൽ, അതായത് വ്യവസായ മന്ത്രി രാജീവിന്റെ ഓഫീസിന് സമീപം തീപിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ വിനോദിന്റെ ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ കണ്ടോൺമെന്റ് പോലീസും ഒപ്പം തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സും എത്തി തീ അണയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവരുടെ കൃത്യമായ ഇടപെടൽ മൂലം തീ ഒരു വലിയൊരു അപകടത്തിലേക്ക് എത്തിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉള്ളതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ ഒരു പോലീസ് സേന തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുമുള്ള പോലീസുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സമയത്ത്, അതായത് ഇവിടെ ജീവനക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ ID കാർഡുകളൊക്കെ നോക്കി വലിയ രീതിയിലുള്ള നിരീക്ഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഓരോരുത്തരെയായി സെക്രട്ടറിയകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിമാരടക്കമുള്ളവർ ഉള്ളതിനാൽ തന്നെ വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഇപ്പോൾ വ്യവസായ മന്ത്രിയുടെ ഓഫീസിന് സമീപമുണ്ടായ തീപിടുത്തം വലിയ ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത്. അതായത് ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഗൗരവപൂർണമായ ഒരു വിഷയം തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ കെൽട്രോണുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് വലിയ വിമർശനങ്ങൾക്കടക്കം തന്നെ കാരണമാകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. അതായത് പ്രൈവറ്റ് സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് 2 ദിവസത്തിനുള്ളിൽ ഈ ഒരു ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ നിൽക്കുകയാണ് ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ വിനോദിന്റെ ആ ഒരു ഓഫീസിൽ വെച്ചാണ് ഇത്തരം രേഖകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിലുണ്ടായ തീപിടുത്തം അതീവ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ ഒരു തീപിടുത്തത്തിന്റെ പ്രധാന കാരണം ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ അടക്കം പറയുന്നത്. അതായത് ഈ ഒരു രാവിലെ ഈ ഒരു ഓഫീസ് ശീതീകരിക്കുന്നതിന്റെ ഭാഗമായി AC ഓണാക്കുകയും അതിനുശേഷം ഉദ്യോഗസ്ഥൻ AC ഓണാക്കി പുറത്തു പോവുകയും അതിനുശേഷമാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നത്. ഈ സമയത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആകാം ഇങ്ങനെ ഒരു തീപിടുത്തത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ വലിയ രീതിയിൽ രേഖകൾക്കൊന്നും തന്നെ ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല. അതായത് ഈ ഒരു സ്വിച്ച് ബോർഡുകളിൽ അടക്കമാണ് തീപിടുത്തം ഉണ്ടായത്. എന്നാൽ ഈ തീപിടുത്തം ഉണ്ടായതിന്റെ സാഹചര്യത്തിൽ അവിടെ കർട്ടനുകളും സീലിങ്ങുകളിലും അടക്കം തീ പടർന്നിരുന്നു. എന്നാൽ വലിയ രീതിയിലേക്ക് ഒരു അപകടത്തിലേക്ക് ഇത് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഈ തീ അണക്കുന്നതിന്റെ ഭാഗമായി ഈ വെള്ളം തളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായി ചില പേപ്പറുകൾ നനയുകയും അതിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ കെൽട്രോണുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെയും ഈ ഫയലുകളായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു തീപിടുത്തത്തിൽ ഇതിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങൾക്കടക്കം ഈ ഒരു എനിക്ക് പുറകുവശത്തായി കാണുന്ന ഒരു ഗേറ്റ് വരെ മാത്രമേ പ്രവേശനമുള്ളൂ. ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതി മാധ്യമങ്ങൾക്ക് അടക്കം ലഭിക്കുന്നില്ല. വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അൻസില. അമൽനാഥ്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ കണക്കാക്കുന്നുണ്ടോ? അതിന്റെ ഭാഗമായിട്ടാണോ ഇത്ര വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹതകൾ ഇപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളുമായി ആരും രംഗത്തു വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം തൊട്ട് മുൻപായി ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, ഫോറൻസിക്കിന്റെ അടക്കമുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ബാക്കിയായി മാത്രമേ നമുക്ക് കാര്യങ്ങൾ കൂടുതലായി വിശദീകരിക്കാൻ വേണ്ടി സാധിക്കൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ പ്രതിപക്ഷത്തിന്റെ അടക്കം വലിയൊരു ആയുധമാക്കി മാറ്റാൻ പറ്റിയ ഒരു സാഹചര്യം കൂടിയായിരിക്കും ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കെൽട്രോൺ വിവാദങ്ങൾ അല്ലെങ്കിൽ AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ രേഖകളൊക്കെ പെരുമാറുന്ന ഈ ഓഫീസിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വിനോദ് കുമാറിന്റെ ഓഫീസിലാണ് ഈ ഒരു
തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ വ്യവസായ വകുപ്പിന്റെ ഓഫീസിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കെൽട്രോൺ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ വലിയൊരു ആരോപണമായി ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷം ചിലപ്പോൾ ശ്രമിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ആയുള്ളൂ ഈ ഒരു അപകടം ഉണ്ടായിട്ട്. ഇതിന് ശേഷം അതായത് വരും നിമിഷങ്ങളിൽ അടക്കം ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അതൊരു ആരോപണത്തിലേക്ക് പോവുകയും ഇതിനു പിന്നിൽ ദുരൂഹതകൾ ഉണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളിലേക്ക് അത് മാറുകയും ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധനകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക പരിശോധനകളൊക്കെയും സൂചിപ്പിച്ചു. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നുണ്ടായിരുന്ന അതായത് മുറി ശീതീകരിക്കുന്നതിന്റെ ഭാഗമായി AC ഓൺ ചെയ്തതിൽ നിന്നുമുണ്ടായ ആ ഒരു ഷോർട്ട് സർക്യൂട്ടിൽ നിന്നുമാണ് തീ പടർന്നത്. അല്ലാതെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദുരൂഹതകൾ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ ഇതിന്റെ പ്രധാന കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. ശരി അമൽനാഥ്, സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലുണ്ടായ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഒരുക്കിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന മാധ്യമ പ്രവർത്തകരെ പോലും സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 3-ാം നിലയിൽ മന്ത്രി P രാജീവിന്റെ ഓഫീസിന് സമീപമായിരുന്നു തീപിടുത്തമുണ്ടായത്. എന്നാൽ തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ പങ്കുവച്ചത് അമൽനാഥാണ് തിരുവനന്തപുരത്ത് നിന്ന്.